നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പൂർണ്ണമായും പിന്തുണച്ച വെള്ളാപ്പള്ളി നടേശൻ. UDF-നെതിരെയും BJP-ക്കെതിരെയും വിമർശനം. ശബരിമലയിൽ സ്ത്രീ പ്രവേശന സമയത്തെ കേസുകൾ പിൻവലിക്കണമെന്നും വെള്ളാപ്പള്ളി. മുണ്ടക്കയം പുഞ്ചവയലിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് യുവാവ് ആത്മഹത്യ ചെയ്തു. കരിനിലം കുഴിപ്പറമ്പിൽ പ്രദീപിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പുഞ്ചവയൽ ചേരുതോട്ടിൽ ബീന, മകൾ സൗമ്യ എന്നിവർക്കാണ് വെട്ടേറ്റത്. 70 ലക്ഷം രൂപ ചെലവിന് നിർമ്മിച്ച എരുമേലി പഞ്ചായത്തിന്റെ LPG ക്രിമിറ്റോറിയം നാളിതുവരെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല. ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 5 വർഷം. ക്രിമിറ്റോറിയം പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തെങ്കിലും തീരുമാനം ആയില്ല. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പൂർണ്ണമായും പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ. എരുമേലിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF-നെയും BJP-ക്കെതിരെയും വെള്ളാപ്പള്ളി വിമർശനം ഉന്നയിച്ചു. ശബരിമലയിൽ സ്ത്രീ പ്രവേശന സമയത്തെ കേസുകൾ പിൻവലിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശബരിമല വലിയൊരു വികസനത്തിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. അതിന് നമ്മളെല്ലാം സഹകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം പുറഞ്ഞു തിരിഞ്ഞ് നിൽക്കുന്നത്, ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ട നമ്മൾ ആ ചരിത്രത്തിലേക്ക് പുറകോട്ട് പുറംതിരിഞ്ഞ് നിൽക്കുന്നതും അത് വലിയ ചരിത്രത്തിൽ ഒരു അപഹാസ്യ കഥാപാത്രങ്ങളായി മാത്രമേ മാറും. ഇന്ത്യയിൽ സ്ത്രീ പ്രവേശനം എന്നുള്ള ഇഷ്യൂ ഇപ്പോൾ ഇല്ലല്ലോ. മാത്രമല്ല, ഇപ്പം 4-5 കൊല്ലമായില്ലേ ശബരിമലയിൽ ശാന്തവും സുന്ദരവുമായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നു. അതിൻ്റെ ആചാരങ്ങൾ പൂർവാചാര പ്രകാരം എല്ലാം നന്നായി നടക്കുന്നു. ആ പൂർവാചാരങ്ങളെല്ലാം അതുപോലെ നടക്കണമെന്ന് ആഗ്രഹിച്ച നമ്മൾക്കെല്ലാം സന്തോഷം നൽകുന്ന രീതിയിൽ ഒരു മുള്ളുപോലും ഒരു ഭക്തനെ ഏക്കാത്ത വിധത്തിൽ ഭംഗിയായിട്ട് ഭരണം കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിന് ഭരണത്തെ സാധിക്കുന്നു. അവിടെ മാത്രം കഴിവല്ല, അതിന് പിൻബലം കൊടുക്കാൻ ശക്തമായ ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ശബരിമല പ്രസക്തി വർദ്ധിപ്പിച്ച് കാണണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെതായ ഒരു താല്പര്യവും അതിനകത്ത് വലിയൊരു ഘടകമാണ്. പക്ഷെ എന്നാലും ചില കുറവുകളില്ലാതില്ല. കാരണം ഇപ്പം എന്നും ശബരിമല വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കുറ്റി വെച്ചാൽ ഉടനെ പറയും വനവകുപ്പ് വന്ന് പറയും അത് പാടില്ല. ഇങ്ങനെ ഒരു ഏകോപനം ഇന്ന് ശബരിമലയിൽ പല വകുപ്പുകളുമായിട്ട് ഇല്ലാത്തതിൻ്റെതായ കുറവുകളുണ്ട്. ആ കുറവുകൾ കൂടി പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുകയും പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ഈ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസുകളിൽ നിരപരാധികളുണ്ട്, അപരാധികളുണ്ട്, കുടുങ്ങിപ്പോയിട്ടുണ്ട്. അത് ഗവൺമെൻറ് വളരെ ദയാപൂർവം കണ്ടുകൊണ്ട് അതിനകത്തൊരു വാശിയോ വൈരാഗ്യമോ കാണാതെ ആ കേസ് എല്ലാം പിൻവലിച്ച് അത് അവസാനിപ്പിക്കണമെന്നുകൂടി SNDP ജനറൽ സെക്രട്ടറി എന്നതിൽ ഒരു അപേക്ഷയുണ്ട്, അഭ്യർത്ഥനയുണ്ട്. അല്ല ആര് പറഞ്ഞു എന്ന് നോക്കിയിട്ട് പിണറായിയാണോ പറഞ്ഞത് എന്നാ നിർത്തുകളെ അങ്ങനെയല്ല വേണ്ടത്. എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ട് അത് നല്ലതാണ് ഞാനോട് സഹകരിക്കുക. ഏതായാലും ഒരു കാര്യമുണ്ട്, ആദ്യം എതിർപ്പ് പറഞ്ഞ BJP-യിലെ പലർക്കും അതേ ശക്തി ഇപ്പോൾ ഇല്ല. ഇപ്പം പാരലായിട്ട് യോഗം കൂടുമെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റേതായ ശക്തമായൊരു നീക്കം കാണുന്നില്ല. പക്ഷേ ഇതിനെ കൂടുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് കുമ്മനം പറയണമെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് BJP-യുടെ ഭാഗത്തു നിന്ന് ആദ്യം കണ്ട എതിർപ്പ് ശക്തമായിട്ട് തുടർന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജനം ഒഴുകി ഈ സംഗമത്തോടുകൂടി ചേർന്ന് കഴിഞ്ഞു. SNDP-ക്കാരും NSS-കാരും മാത്രമല്ല, അല്ലാത്തവരും എല്ലാവരും ചേർന്നപ്പോൾ ബാക്കി ഇതൊന്നും അല്ലാത്ത ആളുകളും നിഷ്പക്ഷമതികളുമായ ആളുകളും എല്ലാം തന്നെ ഈ സംഗമം ചേരുകയും മാത്രമല്ല ഒരുപാട് ഡെവലപ്മെൻറ്റ്, റെയിൽവേ വരുന്നു, എയർപോർട്ട് വരുന്നു. ഇങ്ങനെ ഇത് വലിയൊരു വളർച്ചയുടെ ഉയർച്ചയിലേക്ക് വരുന്ന ഈ സംഭവത്തിന് വരുമ്പോൾ പഴമറം കൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്ന ആരായാലും ഒരു വിഡ്ഢികളാണെന്നുള്ള തോന്നല് ജനങ്ങൾക്കെല്ലാം ഉണ്ട്. മുണ്ടക്കയം പുഞ്ചവയലിൽ ഭാര്യയെയും ഭാര്യാമാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. കരിനിലം കുഴിപ്പറമ്പിൽ പ്രദീപിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ദീർഘനാളായി വിശാഖപട്ടണത്തെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഓണാവധി പ്രമാണിച്ച് നാട്ടിലെത്തിയതായിരുന്നു. ഇന്ന് രാവിലെ 11:50 ഭാര്യയെയും ഭാര്യാമാതാവിനെയും പ്രദീപ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്.
പുഞ്ചവയൽ ചേരുത്തോട്ടിൽ 65-കാരി ബീന, മകൾ സൗമ്യ എന്നിവർക്കാണ് വെട്ടേറ്റത്. കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ₹70 ലക്ഷം ചെലവിട്ട് നിർമ്മിച്ച എരുമേലി പഞ്ചായത്തിൻ്റെ LPG ക്രിമറ്റോറിയം നാളിതുവരെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രിമറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 5 വർഷമായി. ക്രിമറ്റോറിയം പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തെങ്കിലും തീരുമാനമായില്ല. നേർച്ചപ്പാറ വാർഡിലെ കമുകിൻകുഴി ഭാഗത്ത് പഞ്ചായത്ത് വക 1.5 ഏക്കർ സ്ഥലത്ത് ആധുനിക അറവുശാല, മാലിന്യശേഖരണ സംസ്കരണ യൂണിറ്റ് എന്നിവയോട് ചേർന്നാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ശ്മശാനം നിർമ്മിച്ചത്. 2020-ലാണ് നിർമ്മാണം പൂർത്തിയായത്. ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് 50 ലക്ഷവും തനത് ഫണ്ട് 20 ലക്ഷവും ഉൾപ്പെടെ 70 ലക്ഷമായിരുന്നു ഫണ്ട്. 2020 ഒക്ടോബർ 15-നായിരുന്നു ഉദ്ഘാടനം. ട്രയൽ റൺ നടത്തി പ്രവർത്തന സജ്ജമാണെന്ന് പരിശോധിക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയത്. സർക്കാർ അക്രഡിറ്റഡ് ഏജൻസി കോസ്റ്റ് ഫോർഡാണ് നിർമ്മാണം നടത്തിയത്. ചൂള നിർമ്മിച്ചത് ജ്വാല എന്ന ഏജൻസിയായിരുന്നു. നിർമ്മാണം നടത്തിയ ഏജൻസി ക്രിമറ്റോറിയം പ്രവർത്തിപ്പിക്കാതെയാണ് ഫണ്ട് കൈപ്പറ്റിയത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോൾ 5 വർഷമാവുകയാണ്. ഇതുവരെയും പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഗുരുതരമായ ക്രമക്കേടുകളും വീഴ്ചയും മൂലമാണ് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്തതെന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു. ക്രിമറ്റോറിയം പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തെങ്കിലും തീരുമാനമായില്ല. നിർമ്മാണത്തിൽ സംഭവിച്ച സാങ്കേതിക പിഴവ് മൂലമാണ് ക്രിമറ്റോറിയം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതെന്നും പരിഹാരമാർഗങ്ങൾ തേടണമെന്നും കമ്മിറ്റി വിലയിരുത്തി. ദഹിപ്പിക്കൽ പ്രക്രിയയ്ക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ ഫർണസുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക സൗകര്യങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ചാരം ശേഖരണ സൗകര്യമുള്ള ഒരു ക്രിമേഷൻ ചേംബർ, ക്രിമേഷൻ ഫർണസ്, ഓട്ടോമാറ്റിക് LPG ഗ്യാസ് ബർണർ സിസ്റ്റം, ഗ്യാസ് ബർണറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായുള്ള കൺട്രോൾ പാനൽ ബോർഡ്, മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് ആവശ്യമായ LPG ഗ്യാസ് പൈപ്പ് ലൈൻ ക്രമീകരണം എന്നിവയുമുണ്ട്. മൃതദേഹം ചൂളയിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ബർണറുകളുടെ സംവിധാനത്തിലേക്ക് LPG വാതകം തുറക്കും. ഇൻകമിംഗ് LPG വാതകം കത്തിക്കാൻ ഓട്ടോമാറ്റിക് ഗ്യാസ് ബർണറുകളെ കൺട്രോൾ പാനൽ പ്രാപ്തമാക്കും. 60 മുതൽ 90 മിനിറ്റുകൾക്കുള്ളിൽ മൃതദേഹം ദഹിപ്പിക്കപ്പെടുമെന്നാണ് നിർമ്മാണം നടത്തിയ ഏജൻസി അവകാശപ്പെട്ടത്. ഇപ്പോൾ ശ്മശാനം പ്രവർത്തിപ്പിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കരാർ വ്യവസ്ഥയിൽ ഇല്ലെന്നാണ് ഏജൻസി അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമേലി. കങ്ങഴ ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ 1982 ബാച്ചിൻ്റെ 3ാം വാർഷികവും ഓണാഘോഷവും നടത്തി. കേരള സ്റ്റീൽ ഇൻഡസ്ട്രീസ് ചെയർമാനും പൂർവ്വ വിദ്യാർത്ഥിയുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നടേശൻ നന്ദനം, വിജയൻ TV, സന്തോഷ് മാവേലി, ശിവദാസ് രാജേന്ദ്രൻ, നവാസ്, ജയശ്രീ MS, നവാസ് PA, സെലീന BV, സണ്ണി ഇലവുങ്കൽ, രാധേഷ് കുമാർ, ഗിരീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാത്യു അന്ന് വളരെ കഷ്ടപ്പെട്ട്, എനിക്ക് തോന്നുന്നു 6-7 വർഷം മുമ്പ് മാത്യു ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ചോദിക്കും നമുക്ക് എങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ മാത്യു അതിനെ സംസാരിക്കും. അന്ന് മാത്യു അങ്ങനെ സംസാരിക്കുന്ന അവസരത്തിൽ ഒരു പ്രാവശ്യം മാത്യു ഈ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ആഷ്ലി, അമാൻഡായും ഹോസ്റ്റലുണ്ടായിട്ടൊക്കെ ആയിട്ട് എൻ്റെ എറണാകുളത്തെ ഫ്ലാറ്റിലൊരു 25 വർഷത്തിന് മുമ്പ് ഇതുപോലെ അമേരിക്കയ്ക്ക് പോകാനായിട്ട് പോയി കൊടുത്താൽ മുമ്പ് ഒരു ദിവസം ഇങ്ങനെ വന്ന് ഞാൻ എറണാകുളത്ത് താമസം മാറിയുള്ളൂ. 23 വർഷമായി. ആ സമയത്ത് തന്നെ എറണാകുളത്ത് താമസമാണ്. 2000 അന്ന് ഞങ്ങൾ ഒത്തിരി ഒരു ടെമ്പോ ട്രാവലറാണ് മാത്യു ഫാമിലി നെടുമ്പാശ്ശേരിക്കാനായിട്ട്. അപ്പോൾ അത് മാത്യുവായിട്ട് ഒത്തിരി നേരം സംസാരിച്ച് മാത്യു പഴയ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. എന്നാൽ മാത്യു നമുക്കൊരു 5-6 രാജ്യം. ജനാധിപത്യത്തിലും മതാധിപത്യത്തിൻ്റെ കടന്നുകയറ്റം മൂലം ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സ്വാദ് അനുഭവിക്കാൻ പിന്നാക്ക സമുദായത്തിന് ഇന്നും സാധിച്ചിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. എരുമേലിയിൽ ചതയ ദിനാഘോഷ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിയും മതവും അന്നുകൊണ്ട്, അതിൻ്റെ വിവേചനങ്ങൾ അന്നുകൊണ്ട്, അതിൻ്റെ പിന്നിൽ ഒരുപാട് യാതനകളും വേദനകളും പിന്നോക്ക അധസ്ഥിത വർഗങ്ങൾ ഏറ്റെടുത്തു. കാലങ്ങൾ കഴിഞ്ഞു, ജനാധിപത്യം വന്നു. ആ ജനാധിപത്യം വന്നിട്ടും പോലും മതാധിപത്യത്തിൻ്റെ കടന്നുകയറ്റം കൊണ്ട് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സ്വാദ് അനുഭവിക്കുവാൻ ഇന്നും ഇവിടുത്തെ പിന്നോക്ക സമുദായത്തിൽ സാധിച്ചിട്ടില്ല എന്ന ദുഃഖസത്യം നാം മനസ്സിലാക്കണം. കാരണം സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹ്യ നീതി നേടാൻ സാധിക്കൂ. സമുദായത്തിൽ എന്നെ നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന കസേരയിലാണ്. ആ കസേരയിലിരിക്കുമ്പോൾ
ആ കസേരയുടെ നീതി പുലർത്തണം. ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു കസേരയിലേക്ക് എനിക്ക് നോട്ടമില്ല. പലരും ഈ കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്കുള്ള താല്പര്യം വരുമ്പോൾ ആ വന്നവരെല്ലാം ആരായിരുന്നു? അവർക്കെല്ലാം സമുദായത്തോടുള്ള കൂറില്ല, സമുദായ താല്പര്യമില്ല. അവർ ഈ കസേര അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏണിപ്പടിയായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വയസ്സ് 88 കഴിഞ്ഞ് 89 പ്രവേശിച്ചു. ഇത്തരം പ്രായമായ എനിക്ക് നിങ്ങളേൽപ്പിച്ച ഈ കസേരയേക്കാൾ വലിയൊരു കസേര എൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ല. ചതയ ദിന സമ്മേളനത്തിൽ SNDP യോഗം യൂണിയൻ ശാഖായോഗവും പോഷക സംഘടനകളും നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ആദരിച്ചു. SNDP യോഗം എരുമേലി യൂണിയൻ്റെ നേതൃത്വത്തിൽ ചതയദിന ഘോഷയാത്രയും നടന്നു. സെൻറ് തോമസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പേട്ടകവല വഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വഴി തിരിച്ച് KSRTC ബസ് സ്റ്റാൻഡ് വഴി പഴയ താവളം മൈതാനത്ത് സമാപിച്ചു. എരുമേലി യൂണിയന് കീഴിലുള്ള 24 ശാഖകളിൽ നിന്നുള്ളവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. സമ്മേളനം എരുമേലി യൂണിയൻ ചെയർമാൻ K. പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. മന്ത്രി വീണ ജോർജും വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസ അവാർഡുകൾ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA കൈമാറി. നമ്മെ വിഭജിപ്പിക്കാൻ, നമ്മളെ ഭിന്നിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നു. ആദരണീയനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞതുപോലെ ഒന്നായി നിന്നുകൊണ്ട് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാമെന്നുള്ളതാണ്. ആ ഒന്നെന്നുള്ള ചിന്തയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലേക്കും ജീവിതങ്ങളിലേക്കും നമ്മുടെ തലമുറകളിലേക്കും ഇനി വരാനുള്ള ഒരുപാട് തലമുറകളിലേക്കും കൈമാറിയത് എന്നുള്ളത് നാം ഒന്ന് ഓർത്തു നോക്കുക. നമ്മൾ എത്ര നിസ്സാരരാണ് എന്നുള്ളത്. നമ്മളിൽ അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരാശയുടെ ഒക്കെ അംശങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ, വിദ്വേഷത്തിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഇല്ലാതെയാക്കുന്നതാണ് ഗുരുദേവൻ്റെ ചിന്തകൾ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. SNDP യോഗം മീനച്ചിൽ യൂണിയൻ ഇടപ്പാടി 752 നമ്പർ ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു. ജയന്തി സമ്മേളനം SNDP യോഗം യൂണിയൻ ചെയർമാൻ OM സുരേഷ് ഇട്ടിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ശാഖായോഗം പ്രസിഡന്റ് വത്സല ബോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിനോദ് TR സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് AG ഷാജി ആശംസാ പ്രസംഗം നടത്തി. ഇടമറ്റം ഷൈലജ മനോജ് പ്രഭാഷണം നടത്തി. ഇടപ്പാടി ശാഖായോഗം ഓഫീസിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ സമാപിച്ചു. ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നു. നമ്മൾ വളരെ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുക. ഈ അവസരത്തിൽ എനിക്ക് നമ്മുടെ ഇടപ്പാടിയിലെ നമ്മുടെ സമുദായങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സമുദായം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സമുദായമാണ്. 27% ഇടവരുള്ള ഒരു സമുദായമാണ്. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ഗുരുദേവൻ ആദ്യ ഒരു വാക്ക് നമ്മളോട് SNDP യോഗം 45 നമ്പർ എലിക്കുളം ശാഖയുടെയും 47 നമ്പർ യൂത്ത് മൂവ്മെൻറ്റ്, 130 നമ്പർ വനിതാ സംഘം കുടുംബ യൂണിറ്റുകൾ, 751 നമ്പർ ഗുരുധർമ്മ പ്രചാരണ സഭ കാളകെട്ടി യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജയന്തി ദിനാഘോഷം ശാഖായോഗം പ്രസിഡന്റ് ബിജു KS കൊടക്കിനാൽ ശാഖാങ്കണത്തിൽ പീത പതാക ഉയർത്തി തുടക്കം കുറിച്ചു. മഞ്ചക്കുഴി ജംഗ്ഷനിൽ ശാഖാ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഗീതാ സജീവ് വേലിക്കാത്ത പീടികയിൽ ചതയ സന്ദേശം നൽകി. ചതയദിന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. രഥഘോഷയാത്ര താലപ്പൊലികളുടെയും വാദ്യമേളങ്ങളുടെയും കാവടികളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. വിശേഷാൽ പൂജകൾ, പതാക ഉയർത്തൽ, ജയന്തി ഘോഷയാത്ര, എൻഡോമെന്റ് വിതരണം, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു.
ശ്രീനാരായണ ഗുരുദേവ തൃക്കരങ്ങളാൽ നേരിട്ട് സ്ഥാപിതമായ 108 നമ്പർ SNDP ശാഖായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 171ാമത് ഗുരുദേവ ജയന്തി ദിനാഘോഷം പൂഞ്ഞാറിൽ നടന്നു. ശാഖായോഗത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കപ്പെട്ട ഘോഷയാത്രകൾ രാവിലെ 10:30 പൂഞ്ഞാർ ടൗണിൽ സംഗമിച്ച് ടൗണിലുള്ള ഗുരുമന്ദിരത്തിൽ കർപ്പൂരാരാധന നടത്തി. തുടർന്ന് പൂഞ്ഞാർ മങ്കുടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേർന്ന് ഗുരുദേവ ക്ഷേത്രത്തിൽ മഹാഗുരുപൂജ നടന്നു. മഹാപ്രസാദമുട്ടോടുകൂടി ജയന്തി ദിനാഘോഷ ചടങ്ങുകൾ സമാപിച്ചു. കുറിച്ച വിപ്ലവ മന്ത്രങ്ങളായി ആ പുണ്യാത്മാവിനെ സമുചിതമായി സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം SNDP യോഗം ശാഖാ നമ്പർ 108 പൂഞ്ഞാറിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾക്ക് SNDP ഇടുക്കി യൂണിയനിൽ തുടക്കമായി. ജയന്തി ആഘോഷ പരിപാടികൾക്ക് SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾക്കാണ് SNDP ഇടുക്കി യൂണിയനിൽ തുടക്കമായത്. യൂണിയൻ ആസ്ഥാനത്ത് SNDP ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് P. രാജൻ പതാക ഉയർത്തി. SNDP യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ജയന്തി സന്ദേശം നൽകി. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾ ലോകമെമ്പാടും നടക്കുകയാണ്. ലോക ചക്രവാള സീമകളിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന മഹാമന്ത്രം മാനവ രാശിക്കായി നൽകിയ മഹാഗുരുവിൻ്റെ ജയന്തി ആഘോഷങ്ങൾ തിരുവോണം ഉൾപ്പെടെയുള്ള കേരളക്കടയുടെ മഹോത്സവങ്ങൾ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ മൂലം പ്രതിസന്ധികൾപ്പെട്ടെങ്കിൽ തിരുവതാരത്തിൻ്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾ ഗംഭീരമായി നടക്കുന്ന ഇന്ന് കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ജയന്തി ഘോഷയാത്രകളും ജയന്തി സമ്മേളനങ്ങളും ജയന്തി സദ്യയുമെല്ലാം ആഘോഷപൂർവ്വം നടക്കുകയും ധന്യമായ ഈ സുദിനത്തിൻ്റെ ഊഷ്മളമായ ആശംസകൾ എല്ലാ സഹോദരങ്ങൾക്കും നേരുന്നു. ഇടുക്കി യൂണിയന് കീഴിലുള്ള 19 ശാഖകളിലും ജയന്തി ഘോഷയാത്രയും പൊതുസമ്മേളനവും ജയന്തി സദ്യയും നടക്കും. പരിപാടികൾക്ക് ബിനീഷ് കോട്ടൂർ, ജോമോൻ കണിയാങ്കുടി, അഖിൽ സാബു എന്നിവർ നേതൃത്വം നൽകി. ദൃശ്യ ന്യൂസ് ഇടുക്കി. പെരുവയുടെ സ്വന്തം കലാകാരൻ ഡിക്സൺ തോമസിനെ പരിചയപ്പെടാം. 25 വർഷം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഫർണിച്ചർ വ്യാപാരിയായി പെരുവയിലെത്തിയ ഡിക്സൺ എന്ന കലാകാരൻ നിരവധി വീഡിയോ ആൽബങ്ങളിലും സിനിമകളിലും മയക്കുമരുന്നിനെതിരെയുള്ള സ്കിറ്റുകളിലും അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട്. അനുകരണ കലയുമായി വേദികളിൽ നിന്നും വേദികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന പെരുവയുടെ സ്വന്തം കലാകാരനാണ് ഡിക്സൺ തോമസ്. ഈ ഓണത്തിന് പുറത്തിറങ്ങിയ ചാലക്കുടി പ്രസിദ്ധയുമായി പാടി അഭിനയിച്ച ആൽബം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ദിലീപ് അഭിനയിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി, ബബ്ബ, സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ ഉൾപ്പെടെ 10ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സന്തോഷമുള്ള ഒരു കലാകാരൻ, അതായത് സന്തോഷം തരുന്ന ഒരു കലാകാരനാണ് മണി. കലാമണി എൻ്റെ തൃശ്ശൂർക്കാരൻ, ചാലക്കടിക്കാരൻ. പുള്ളിയുടെ പാടി അതുപോലെ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയായിട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട്. ഞാൻ മണിയുടെ വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും എന്ന സിനിമയുടെ ചില ഭാഗങ്ങൾ ഓർത്തിണക്കി ഒത്തിരി സ്റ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇറുമ്പയത്ത് ഒരു ആയിരക്കണക്കിന് ആൾക്കാർ മുമ്പിലാണ് ഞാൻ ചെയ്തത്. പ്രശസ്ത മിമിക്രി താരമായ കലാഭവൻ മണിയുടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ മണിയുടെ കാഴ്ചയില്ലാത്ത ഒരാളുടെ ഭാവചേഷ്ടകൾ വേദികളിൽ അഭിനയിച്ച ഡിക്സനെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരും കാണാനില്ലല്ലോ. കൊച്ചേട്ടൻ വന്നിട്ടുണ്ട്. കൊച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഇവിടെ ആരും കാണാനില്ലല്ലോ. എന്റെ മോനെ കിടക്കുന്നത്
മാധുരയല്ലേ കിടക്കുന്നത്. വെള്ളം പുതപ്പിച്ച് കാണാൻ നല്ല ശീലുണ്ടായിരിക്കുമല്ലേ. കൃഷ്ണേട്ടാ, എന്നെ മാധുരി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? കൃഷ്ണേട്ടാ, മാധുരിയെ കുടിച്ചിട്ടുണ്ട്. MLA മോൻസ് ജോസഫ് എക്സലൻസി അവാർഡ് തുടർച്ചയായി 2 വർഷവും നേടി. കൂടാതെ മറ്റ് നിരവധി അവാർഡുകളും ഡിക്സനെ തേടിയെത്തി. സോഷ്യൽ മീഡിയയിൽ വിശേഷ ദിനങ്ങളുടെ ഓർമ്മക്കുറിപ്പുമായി ഡിക്സൺ തോമസ് സജീവമാണ്. മലയാളം സാഹിത്യത്തിൽ ഡിഗ്രിയുള്ള ഡിക്സന്റെ ഭാര്യ CBP അധ്യാപികയാണ്. മക്കൾ ഡോണ ഡിക്സൺ, ഡാർവിൻ ഡിക്സൺ, ഡെൽന ഡിക്സൺ. പൊതുപ്രവർത്തകനും മോട്ടിവേഷൻ സ്പീക്കറും നിരവധി കലാസാമൂഹിക സംഘടനകളുടെ ഭാരവാഹിയായും നിറസാന്നിധ്യമാണ് ഡിക്സൺ തോമസ്. ദൃശ്യ ന്യൂസ്, വൈക്കം. മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാചിത്രമടങ്ങിയ പേടകം വിശ്വാസികൾക്ക് ദർശനത്തിനായി തുറന്നു. ദേവാലയത്തിലെ വിശുദ്ധ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാചിത്രമടങ്ങിയ പേടകം വിശ്വാസികൾക്ക് പൊതുദർശനത്തിനായി തുറക്കുന്ന പ്രസിദ്ധമായ നട തുറക്കൽ ദർശിച്ച് അനുഗ്രഹം തേടി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയെ തുടർന്ന് നടന്ന ഉച്ച നമസ്കാരത്തോടെയാണ് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നട തുറക്കൽ ചടങ്ങുകൾ നടന്നത്. പ്രധാന പെരുന്നാൾ ദിവസമായ നാളെ സെപ്റ്റംബർ 8 രാവിലെ വിശുദ്ധ കുർബാന, ഉച്ചയ്ക്ക് 2 കരോട്ടപ്പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം നേർച്ച വിളമ്പോടെ പെരുന്നാൾ സമാപിക്കും. സെപ്റ്റംബർ 14 സ്ലീബ പെരുന്നാൾ ദിനം വൈകിട്ട് 5 സന്ധ്യാപ്രാർത്ഥനയോടെ നടയടയ്ക്കും. തിരുവല്ല കുന്നന്താനം ഫിറ്റ്നസ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. വള്ളമല NSS കരയോഗം ഹാളിൽ നടന്ന ഓണാഘോഷം ജൈവ കർഷകൻ മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ജിതിൻ കവിയൂർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ റോയ് വർഗീസ്, ജിത്തു കവിയൂർ എന്നിവർ പ്രസംഗിച്ചു. കുന്നന്താനം പഞ്ചായത്തിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു ജോണിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കായിക മത്സരങ്ങൾ നടന്നു. സമാപന സമ്മേളനത്തിൽ YMCA ദേശീയ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കൺവീനർ കുര്യൻ ചെറിയാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.